ആപ്പിളിൻ്റെ പുതിയ OS റിലീസ് ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങളെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ നെയിമിൽ തന്നെ വലിയൊരു മാറ്റമുണ്ട്. കാരണം iOS 18 കഴിഞ്ഞിട്ട് നമുക്ക് 19 ആയിരുന്നു വേണ്ടത്, എങ്കിൽ വന്നിരിക്കുന്നത് 26 എന്ന് പറയുന്ന ഇതാണ്. iPhone 9 വരാത്തതുപോലെ തന്നെ OS 26ലേക്ക് ചാടിയിട്ടുണ്ട്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഗ്രാഫിക്സിലും ഡിസൈനിലൊക്കെയാണ് വരുന്നത്. എനിക്ക് ഈ ഒരു വാൾപേപ്പറും അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രാഫിക്സൊക്കെ കണ്ടാൽ മനസ്സിലാവും. നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് ഈ ഒരു സൈഡിൽ, അതായത് ഉള്ളിലുള്ള കാര്യം കൂടെ കാണുന്ന രീതിയിലാണ്, വാൾപേപ്പറൂടെ കാണുന്ന രീതിയിലാണ് നോട്ടിഫിക്കേഷനൊക്കെ ഇനി വരിക. അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസിൻ്റെ രൂപത്തിലുള്ള ഒരു വാൾപേപ്പറും ഐക്കണും കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൽ ഐക്കൺസിൽ കുറച്ചുകൂടെ ഗ്രാഫിക്സ് കൂട്ടിയിട്ടുണ്ട്, ഐക്കൺ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ചില ഐക്കണിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. വലിയൊരു മാറ്റമൊന്നുമല്ല, ഐക്കണിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഗ്രാഫിക്സും ഡിസൈനും കളറും കാര്യങ്ങളൊക്കെ ആ ഒരു ഡിസൈനിൽ തന്നെ, മെയിലിൻ്റെ ഒക്കെ ആ ഒരു ഡിസൈൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ആ ഒരു രീതിയിലേക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയെന്ന് പറയുന്നത് ആപ്പിൾ ഇൻ്റലിജൻസ് ആണ്. ഇതിൽ നമുക്കൊരു വിഷ്വൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് നമ്മളൊരു ഫോട്ടോത്തിൽ കാണുന്ന ഒരു സാധനം അതിൻ്റെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ ജസ്റ്റ് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതെന്താണ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരു ഇത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ ചാറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ചാറ്റിൽ ഡിലീറ്റ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കാർപ്ലേയിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഒരുപാട് മോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ കോള് വരുന്ന സംഭവവും കാര്യങ്ങളൊക്കെ ശരിക്കും ഒരു ഫോണിൻ്റെ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാർപ്ലേ വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഡിസൈനാണ്, ഈ ഫോട്ടോസിൻ്റെയും ഗെയിംസിൻ്റെ ഇതിൻ്റെ ഫേസ് ടൈമിൻ്റെ ഒക്കെ ഡിസൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലോക്കർ സ്ക്രീനിലായാലും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ശരിക്കും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിലാണ്. വാൾപേപ്പറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഈ ഐക്കൺ കൊണ്ട് ഹൈഡ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു പ്രശ്നമില്ല. ഇത് ലിക്വിഡ് ഗ്ലാസ് എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ഡിസൈൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, വെഡ്ജസൊക്കെ ആ ഒരു രീതിയിൽ വരുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ക്ലോക്കും കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ. പിന്നെ ഈ ക്ലോക്കിൻ്റെ ടൈമിൻ്റെ കാര്യങ്ങൾ, ലോക്ക് സ്ക്രീനിലുള്ള മാറ്റങ്ങളും കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ഗാലറി, അതായത് ഫോട്ടോസ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ലൈബ്രറിയും കളക്ഷൻസും എന്നുള്ളത്. നമ്മൾ പണ്ടത്തെ ഐഫോണിൻ്റെ ലൈബ്രറി പോലെ തന്നെ ലൈബ്രറി മോഡിൽ ഇട്ടാക്കാനും കളക്ഷൻസിൽ വരുവാണെങ്കിൽ നമ്മൾ ഡിലീറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ iPhone 16 മുതലാണ് ആപ്പിൾ ഇൻ്റലിജൻസ് കിട്ടുന്നത്. iPhone 15 Proയിലും നമുക്കിത് കിട്ടാനുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് ഐക്കൺ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ടെക്സ്റ്റിൻ്റെ വോയിസ് ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ കോൾ നോയിസ് ക്യാൻസലേഷനൊക്കെ വന്നിട്ടുണ്ട്. അതായത് കോൾ വിളിക്കുന്ന സമയത്ത് ആ ഒരു വന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ്. നമ്മളെ ഈ കോള് വിളിക്കുന്ന സമയത്ത് അവരെന്താണ് സംസാരിക്കുന്നതെന്ന് നമുക്കവിടെ എഴുതി കാണിച്ചു തരും സ്ക്രീനിൽ. അതും ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുകൂടെ വന്നിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ഓപ്ഷൻസ് വരുന്നത്. പിന്നെ നമ്മളെ ഇതിൻ്റെ ഒരു മാപ്പിൻ്റെ ഡിസൈനും കാര്യങ്ങളിലൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്, ഐക്കൺസിൻ്റെ കാര്യങ്ങളിലൊക്കെ. അതുപോലെ തന്നെ ഈ ആപ്പിൾ പേൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്കിതിൽ മാറ്റം ഉണ്ടാവും. കാരണം ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നിലവിൽ വന്നിട്ടില്ല. പുതിയ ഫോൺ റിലീസ് ചെയ്യുമ്പോൾ ഈ ഒരു OS നമുക്ക് കിട്ടുന്നത്. iPhone 11 Pro മുതൽ നമുക്ക് ഈ ഒരു iPhone 11 മുതൽ നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ SE സെക്കൻഡ് ജനറേഷൻ മുതൽ പുതിയ ഐഫോൺ വരെ അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്. അതായത് iPhone XSഉം ഇതിനൊന്നും ഈ ഒരു അപ്ഡേറ്റ് കിട്ടില്ല. ബാക്കിയുള്ള ഈ ലിസ്റ്റ് കാണിക്കുന്ന എല്ലാ ഡിവൈസിനും നമുക്ക് കിട്ടും. ഇനി ബീറ്റ വെർഷൻ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാം. താഴെ ഈ ഒരു ആപ്പിളിൻ്റെ സൈറ്റ് കയറിയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും.